വെറും 5 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളെങ്കിലും ആനവിലാസവും ചെങ്കരയും തമ്മിൽ ഭൂപ്രകൃതിയും കാലാവസ്ഥയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആനവിലാസത്ത് കൂടുതലും ഏലത്തോട്ടമാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ചെങ്കരയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമസ്കാരം. വളരെ വ്യത്യസ്തമായ സ്ഥലപ്പേരുകളുള്ള ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വളരെ വ്യത്യസ്തമായ സ്ഥലപ്പേരുള്ള ആനവിലാസം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത ഒരു സ്ഥലമാണ് ചെങ്കര എന്ന് പറയുന്നത്. ഇത് രണ്ടും കാർഷിക മേഖലയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ രണ്ട് സ്ഥലങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സ്ഥലത്തൂടെ നിങ്ങൾ ആരെങ്കിലും പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. നമ്മുടെ ആനവിലാസം ടൗൺ കഴിയുമ്പോൾ തന്നെയുള്ളൊരു പള്ളിയാണ് സെൻറ്റ് ജോർജ് ചർച്ച് ആനവിലാസം. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടൗണിലേക്ക് പോകുന്നത്. ആനവിലാസം എന്ന് പറയുന്നത് ചെറിയൊരു ടൗണാണ്. കട്ടപ്പനയിൽ നിന്ന് കുമളിക്ക് പോകുന്ന മെയിൻ റോഡ് എന്ന് പറയുന്നത് അണക്കര വഴിയാണ്. അത് ഏതാണ്ട് 29 കിലോമീറ്റർ ആണുള്ളത്. എന്നാൽ നമ്മുടെ ഈ ആനവിലാസം വഴി കുമളിക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് 27 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആനവിലാസം എന്ന് പറയുന്ന ചെറിയൊരു ടൗണ്. ഇവിടുന്ന് ഇടത്തോട്ടുള്ള റോഡ് ചെങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ ആണ് ചെങ്കരയ്ക്കുള്ളത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മേരികുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ മേരികുളം എന്ന് പറയുന്നത് കോട്ടയം കട്ടപ്പന റൂട്ടിലുള്ള ഒരു സ്ഥലമാണ്. ഇതെല്ലാം ഏലത്തോട്ടങ്ങളും ഒക്കെ ഉള്ള ചെറിയ കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ സ്ഥാപനങ്ങളോ ഒന്നുമില്ല. കുറച്ച് കടകൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ. കുറേ കാലം മുമ്പ് ആനകൾ കൂടുതലായിട്ട് വിലസിയിരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇവിടത്തിന് ആനവിലാസം എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ആനവിലാസം ടൗൺ കഴിഞ്ഞ് നേരെ പുറകോട്ട് വന്ന് വീണ്ടും ചെങ്കര റൂട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ ആണ് ചെങ്കര. ഇവിടെ വന്നു കഴിയുമ്പോൾ ഭൂപ്രകൃതി ആകെ ഒന്ന് മാറുകയാണ്. ആനവിലാസത്ത് മൊത്തം ഏലത്തോട്ടമായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ നമ്മളിതാ ചെങ്കര എന്ന് പറയുന്ന വളരെ ചെറിയൊരു ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ ടൗൺ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു 3-4 കടകളും ഒരു ചെറിയ പള്ളിയും ഒരു ചെറിയ കോവിലും ഒക്കെയാണ് ഇവിടെ ഉള്ളൂ. ഇവിടെയൊക്കെ കൂടുതലും തമിഴ് ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. മലയാളികളുണ്ട്, ഏതാണ്ട് 50-50 എന്നൊക്കെ പറയാൻ പറ്റും. ഇവിടെ ഏലത്തോട്ടത്തിലും ഒക്കെയുള്ള കൂടുതലും തൊഴിലാളികളും എല്ലാം തമിഴ് ആൾക്കാരാണ്. ഈ ഒരു ടൗണിൽ കൂടെ നമ്മൾ ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും മിക്ക കടകളും പകുതി സമയത്തും അടഞ്ഞിറക്കുന്നത് കാണാം. ഇനി കച്ചവടം ഇല്ലാത്തതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നതാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ചെറിയൊരു ടൗൺ ആണെങ്കിൽ കൂടി എല്ലാ ടൗണിലും ഉള്ള പോലെ തന്നെ പാർട്ടി ഓഫീസുകൾ തീർച്ചയായിട്ടും സജീവമാണ് ഇവിടെയും. അപ്പോൾ നമ്മൾ ചെങ്കര ടൗൺ കടന്നിട്ട് വീണ്ടും മ്ലാമല, വണ്ടിപ്പെരിയാർ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോവുകയാണ്. വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെയുള്ളത്. മൂന്നാർ ഭാഗത്തുള്ള തേയിലത്തോട്ടങ്ങളുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. മൂന്നാർ ഭാഗത്ത് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ്. കൊളുന്ത് നുള്ളിക്കൊണ്ട് പോകുന്ന ഭായിമാരാണ് പോകുന്നതെല്ലാം. അവരവരുടെ കളക്ഷൻ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. ഇവിടെ നിന്നും വഴി രണ്ടായിട്ട് തിരിയാണ്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മ്ലാമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ തേയിലത്തോട്ടത്തിന് അടുക്ക് ചെറിയൊരു ഷെഡും ഒരു പിക്കപ്പ് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അത് ഈ തേയിലത്തോട്ടത്തിൽ നിന്നെല്ലാം കൊളുന്ത് നുള്ളിക്കൊണ്ട് വന്ന് ഇവിടെ കളക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു സ്ഥലമാണിത്. എസ്റ്റേറ്റിലെ ആളുകൾ വന്നിട്ട് അവിടെ തേയിലത്തോട്ടത്തിൽ നിന്ന് നുള്ളിക്കൊണ്ട് വന്ന് കൊളുന്തെല്ലാം തൂക്കി ഓരോരുത്തരുടെയും കളക്ഷൻ ഏൽപ്പിച്ചുകൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ കുറച്ച് കൊളുന്ത് കൊള്ളാൻ വേണ്ടി വന്ന കുറച്ച് ഭായിമാര് പോകുന്നുണ്ട്. അവരോട് നമുക്ക് 1-2 വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. 10 साल हो गया. अभी ये तमिल वाला आदमी कमी है क्या इधर? आप लोग जास्ती है? आप 200 आदमी है? अच्छा, ये कौन सा स्टेट है? हारिसन मलयालम. हाँ, कंपनी में हाजिरी का 786 रुपया. 486 रुपया और 27 किलो. उसका ऊपर मतलब टारगेट है 27 किलो कटना है. टारगेट. हाँ, अच्छा, उसका ऊपर ओवर टाइम है. किलो का पैसा. ओके. एक दिन मतलब कितना कमा सकता है? 1000, 1200, 1400. 1200. हाँ, आप लोग पूरा फैमिली रहता है इधर? हाँ, कहाँ पे रहता है? ऊपर. उधर घर है क्या? घर लाइंस का रूम. इसका कंपनी का. कितना टाइम ड्यूटी करेगा एक दिन? एक दिन पर 3 घंटा 4 घंटा ऐसा करेगा. 4 घंटा. 4 घंटा से 1200 कमाएगा. अच्छा. पहले जैसा नहीं है. पहले तमिल आदमी था उस टाइम उसको 300 रुपया 400 रुपया मिलता था. 4 बजे 5 बजे तक काम करना पड़ता. अच्छा है. कंपनी में ऐसा ही है रूल. कंपनी में ऐसा काम करता है ना वो 4 घंटा मैक्सिमम. ओके. 4 घंटा 5 घंटा. आपका नाम क्या है? मेरा नाम मंसूर अली. मंसूर अली. ओके भाई. അപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം ചെങ്കരയിലുള്ള ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റാണ് നമ്മൾ ഈ കാണുന്നത്.
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ കൊളുന്തുള്ളുന്നതിന് വേണ്ടിയിട്ട് തമിഴ് ഫാമിലി ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാം ഹിന്ദിക്കാരാണ്. നമ്മൾ ഈ സംസാരിച്ച പിള്ളേരെല്ലാം ആസാമുകാരാണ് മൊത്തം. എനിക്ക് തോന്നുന്നു മൂന്നാറിലൊക്കെ ഉള്ള എസ്റ്റേറ്റിലേക്കാളും കൂടുതൽ കൂലി ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. ഇവർ 1000-1200 രൂപ വരെ സമ്പാദിക്കുന്നു എന്നാണ് പറയുന്നത്. മൂന്നാറിലെ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും ഇവിടുത്തെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുറച്ച് അത്ര തിക്കായിട്ടല്ല, അതായത് അടുത്തടുത്തല്ല തേയിലകൾ നിൽക്കുന്നത്. മൂന്നാറിലെ കുറച്ചുകൂടി അടുത്തായതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഭംഗി തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതും കുഴപ്പമില്ല, എങ്കിലും ഇതിൻ്റെ ഒരു ഭൂപ്രകൃതി വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഈ റൂട്ടിൽ കൂടെ പോകുമ്പം ചൂട് തീരെ കുറവാണ്. ഏത് നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാലും വലിയ ചൂട് അനുഭവപ്പെടാറില്ല. അപ്പം നമ്മൾ ചെങ്കരയും ആനവിലാസവും കടന്ന് കട്ടപ്പന റൂട്ടിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതൊക്കെ വലിയ കൊടുങ്കാടാണെന്ന് തോന്നിയാലും ഇതിൻ്റെ സൈഡിലെല്ലാം ഏലത്തോട്ടങ്ങളാണ് കേട്ടോ. ചെങ്കര ഭാഗത്ത് മുഴുവൻ തേയിലത്തോട്ടങ്ങളാണെങ്കിൽ ഈ ഭാഗത്ത് മുഴുവൻ 2 സൈഡും വലിയ ഏലത്തോട്ടങ്ങളാണ്. എല്ലാം നെറ്റ് കെട്ടിയൊക്കെ മറച്ചിരിക്കുന്നതാണ്, നമുക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കത്തില്ല. അധികം വീതിയില്ലാത്തതാണെങ്കിലും നല്ല മനോഹരമായ റോഡാണ്. നല്ല രസമാണ് അതിലെ യാത്ര ചെയ്യാൻ, ഒട്ടും ചൂടുമില്ല. അപ്പോൾ എന്തായാലും കട്ടപ്പനയിൽ നിന്ന് കുമളി പോകുന്ന ആളുകളൊക്കെ ഈ റൂട്ടിലൊന്ന് പോയി നോക്കുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ റൂട്ട് എന്ന് പറയുന്നത്. വളരെ ശാന്തസുന്ദരമായ റോഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.